ഒന്ന് കുമ്പസാരിച്ച് പാപങ്ങളൊക്കെ കഴുകിക്കളയാനാണ് ഞാൻ വന്നത്. ദൈവത്തിന് സ്തുതി. പറഞ്ഞോളൂ. ഞാൻ വർക്കി, മുതല വർക്കി. ഞാൻ ഒരാളെ കൊന്നച്ചു. കൊലപാതകം വലിയ പാവമാണ്. ജീവൻ നൽകാനും തിരിച്ചെടുക്കാനും ദൈവത്തിനല്ലാതെ മനുഷ്യർക്ക് അവകാശമില്ല. ആരെയാ നീ കൊന്നത്? പാറയിൽ പാപ്പുവിനെ. നീ ജീവനോടെ ദഹിക്കണം. അതാ എന്റെ ലക്ഷ്യം. കുംഭസാര രഹസ്യം ഒരു വൈദികനും ഒരു കാലത്തും പുറത്തു പറയാൻ പാടില്ലെന്ന് എനിക്കറിയാം. ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചുകൂടാ. ഇത് സഭാനിയമമാണ്. അത് ഓർമ്മ വേണം. എന്റെ കർത്താവായ ദൈവമേ, അങ്ങെല്ലാം അറിയുന്നു. അങ്ങറിയാതെ ഒന്നുമില്ല. എന്റെ ചേട്ടായിയെ കൊന്നവൻ അങ്ങയുടെ സന്നിധിയിൽ വന്ന് എന്നോട് കുംസാരിച്ചിരിക്കുന്നു. പാപിയും ബലഹീനനുമായ എനിക്ക് കുംസാര രഹസ്യം കാത്തു സൂക്ഷിക്കാനുള്ള ശക്തിയും കരുത്തും അങ്ങ് നൽകണമേ. സത്യത്തിന് നാശം വിതയ്ക്കുന്ന ആ കൊലപാതകയെ ഒരു ദിവസം പോലും വൈകാതെ അങ്ങ് നിയമത്തിന് മുമ്പിൽ കാട്ടിക്കൊടുക്കണമേ. എന്റെ വേദന അങ്ങ് അറിയുന്നല്ലോ. എന്റെ പ്രാർത്ഥന അങ്ങ് കൈക്കൊള്ളണമേ. പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്, അഡോർ യു ജീസസ്. എന്റെ അമ്മേ, എന്റെ ആശ്രയമേ, അമ്മേ. അതേടാ, പറയടാ, നീയല്ലേ ഇച്ചാച്ചനെ വെടിവെച്ചത്? പറയടാ. ഞാൻ പറയാം. പാപ്പം കുത്താനാരെ കൊന്നത് ആരാണെന്ന് ഞാൻ പറയാം. മുതലവർക്കിയെ പാപ്പം കുത്താനാരെ കൊന്നത്. അച്ഛന്റെ അടുത്ത് വന്ന് കുമ്പസാരിച്ചിട്ട് പോയി വർക്കി. ഞാൻ കേട്ടതാ, ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. ഫാദർ ഉറുമീസ്, അവൻ നീറണം, നീറി നീറി മരിക്കണം. അതാ വർക്കിയുടെ ലക്ഷ്യം. അപ്പൊ നീ എന്തിനു വേണ്ടിയാ നിങ്ങളത് ചെയ്തത്? ആരും പറഞ്ഞിട്ടല്ല, പ്രതികാരം ചെയ്തതാ വർക്കി. മറയൂർ വനത്തിന്ന് ചന്ദനത്തടി മോഷണവും കഞ്ചാവ് കടത്തലുമായിരുന്നു വർക്കിയുടെ തൊഴിൽ. സഹായിയായി ഞാനും. അക്കാലത്ത് തടി വെട്ടിയിറങ്ങിയ കൂപ്പ് സർക്കാർ പാട്ടത്തിന് കൃഷിക്ക് കൊടുത്തതനുസരിച്ച് ഇഞ്ചിയും മഞ്ഞളും കൃഷി ചെയ്യാനായി പാപ്പുവും ചാക്കപ്പനും മറയൂർ വനത്തിലെത്തി.
കേസ് കോടതിയിലെത്തി. പാപ്പുവും ചാക്കപ്പനും ഞങ്ങൾക്കെതിരായി സാക്ഷി പറയുമെന്ന അവസ്ഥ വന്നപ്പോ ഞാൻ പോയി ഫാദർ ഉറുമീസിനെ കണ്ട് പാപ്പുവിനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കണമെന്ന് അപേക്ഷിച്ചതാ. പക്ഷേ അന്ന് അയാൾ ചെവിക്കൊണ്ടില്ല. അതുമാത്രമല്ല, ഫാദർ ഉറുമീസിന്റെ സഹപാഠി കൂടിയായിരുന്ന ഓഫീസറെ കൊന്നതിന് ചാക്കപ്പനെയും പാപ്പുവിനെയും സാക്ഷി പറയാൻ അയാൾ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഈ നിൽക്കുന്ന മ്ലാമലക്കരയിൽ മുതലക്കുഴി വീട്ടിൽ ഉലഹന്നാൻ മകൻ വർക്കി 1974 നവംബർ മാസം 17-ാം തീയതി മറയൂർ വനപാലകനായിരുന്ന ചേന്നാട്ടുകരയിൽ അത്തിപ്പുര വീട്ടിൽ ഭാസ്കരപിള്ള മകൻ ബാലൻപിള്ളയെ കൈക്കോടാലി ഉപയോഗിച്ച് വെട്ടിക്കൊന്നതിന് പാറയിൽ പാപ്പു, മാമ്പള്ളി ചാക്കപ്പൻ എന്നിവർ ദൃക്സാക്ഷികളായുള്ളതിനാലും പ്രതി വർക്കി ഇതിനു മുൻപും കൊലപാതകവും വനം കൊള്ളയും നടത്തിയിട്ടുള്ള ഒരു പിടികിട്ടാപ്പുള്ളിയായിരുന്നതിനാലും മരണശിക്ഷ വരെ അർഹിക്കുന്ന പ്രതി വർക്കി ഉലഹന്നാൻ എന്ന മുതലവർക്കിയെ ജീവപര്യന്തം കഠിന തടവിന് ഈ കോടതി വിധിച്ചിരിക്കുന്നു. ജയിലിൽ കിടക്കുമ്പോഴും വർക്കിയുടെ ലക്ഷ്യം പാപ്പുവിനെയും ചാക്കപ്പനെയും കൊല്ലുക എന്നതായിരുന്നു. അതിനുവേണ്ടി 2 തവണ ജയിൽ ചാടിയെങ്കിലും വീണ്ടും പോലീസ് പിടിയിലായി. ശിക്ഷയുടെ കാലയളവ് നീട്ടുകയും ചെയ്തു. ഒടുവിൽ നീണ്ട 25 വർഷത്തെ ജയിൽ ശിക്ഷയും കഴിഞ്ഞ് പുറത്തിറങ്ങിയ വർക്കി നേരെ എന്റെ അടുത്തേക്ക് വന്നു, അതേ പ്രതികാരവുമായി. പാപ്പു, ചാക്കപ്പൻ, എന്റെ ജീവിതം തകർത്തത് അവരാ. രണ്ടിനെയും തീർക്കണം ഒറ്റ ദിവസം. ചാക്കപ്പൻ രക്ഷപ്പെട്ടു. പാപ്പുവിന് വെടിവെച്ച തോക്ക് ഞാനാ അയ്യപ്പന്റെ വീട്ടിൽ കൊണ്ട് കുഴിച്ചിട്ടത്. ചാക്കപ്പനെയും നിങ്ങളെയും തമ്മിൽ തെറ്റിക്കാൻ നിങ്ങൾ സത്യം മനസ്സിലാക്കുമെന്ന് ബോധ്യമായപ്പോ അന്തോണിയെയും കൊല്ലാൻ ഞങ്ങൾ ഒരിക്കൽ ശ്രമിച്ചതാ. മുതലവർക്കി അവൻ എവിടെയുണ്ട്? എന്നെ ഒറ്റുകൊടുത്ത 2 എണ്ണത്തിൽ ഒരുത്തൻ ചത്തു, ഞാൻ കൊന്നു. ഇനി നീയാ ബാക്കി. നിന്നിൽ നിന്ന് എടുക്കാവുന്നത് മുഴുവൻ എടുത്തിട്ട് നിന്നെയും കൊന്നിട്ടേ ഈ വർക്കി പോകൂ. വർക്കി, വർക്കി, എന്നെ കൊണ്ട് അന്തോണി എല്ലാം പറയിപ്പിച്ചു. എന്നെ രക്ഷിക്ക്. എല്ലാം പറഞ്ഞ് ഈ നിലയിൽ വന്നു നിൽക്കുന്ന നിന്നോട് എനിക്കിനി ഒന്നേ ചെയ്യാൻ കഴിയൂ. വേണ്ട വർക്കി,
മൂത്രം ഒഴിച്ചിട്ടാവാം ഇങ്ങോട്ട് വാടാ വാടാ എന്നാ പിന്നെ ഞങ്ങൾ വരട്ടെ എന്തോണി ഞങ്ങൾ തളിപ്പറമ്പിലേക്ക് ഒരു വരവുണ്ട് നിങ്ങളുടെ കെട്ട് നടത്താൻ അതും ഈ കരടിക്കത്തനാരെ കൊണ്ട് എന്നിട്ട് വേണം നിങ്ങൾ എനിക്ക് ഇനി തളിപ്പറമ്പിൽ അച്ഛൻ എന്ന് പേരിടാൻ ഞാൻ എന്തായാലും വന്ന് വിളമ്പുന്ന വയൽ മുഴുവൻ ഈ പുത്തൂരാന്റെ വകയായി നേരെ മുഴുവനും പോയി എടവുള്ള ഓളെ കൊണ്ട് കഴിയുന്ന സ്പീഡിലങ്ങാട് ചെല്ലി വീടിന്റെ കാര്യത്തിൽ എന്റെ ആശം വളരെ മുന്നിലാ എന്റെ പൊന്നു തമ്പുരാനെ ഈ പൊന്നുമംഗലത്ത് വന്നിട്ട് ഞാൻ മാത്രം വെറും കൈയോടെ പോവേണ്ടി വെറും കൈയോടെ പോവേണ്ട കൊടക്കമ്പി ഈ കുടം മുഴുവൻ